ഇങ്ങനെ തുടർച്ചയായി ആവർത്തിക്കുന്നതിലുള്ള അസ്വസ്ഥത നമുക്ക് എല്ലാവർക്കും ഒരു സമൂഹം എന്നല്ല നമ്മളിത് മുഴുവൻ കാണുകയല്ലേ. ഇതിപ്പോൾ കോളേജുകളിലാണ് ഇത് സംഭവിക്കുന്നത്. ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു കുട്ടി ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആരാണെങ്കിലും പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ ഒരു കരിയർ ഡെവലപ്മെൻ്റാണ്. അതായത് അവരുടെ ഭാവി ജീവിതം കരിപ്പിടിപ്പിക്കുന്നത് ഇവിടെ നിന്നാണ് അതിൻ്റെ തുടങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അന്നേരം ഭാവി നിശ്ചയിക്കപ്പെടുന്ന ചില കോഴ്സുകളായിരിക്കും അവർ പഠിക്കുന്നുണ്ടാവുക. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവിടെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും പഠന പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നുണ്ടാവുക. ആ ഘട്ടത്തിൽ അവരെ വാർത്തെടുക്കുന്നത് അതിനുവേണ്ടി, അതായത് ഒരു സർവകലാശാലയിൽ നിന്ന് പാസ് ഔട്ടായി പോകുന്ന കുട്ടി അവൻ സർട്ടിഫിക്കറ്റ് മാത്രമല്ല കൊണ്ടുപോകുന്നത്, ഒരു സമൂഹത്തിലേക്ക് ഒരു തലമുറ മുഴുവൻ ഇറങ്ങുകയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജോലി തേടിയാണല്ലോ പോകുന്നത്, നമുക്കറിയാവുന്ന കാര്യമാണ്. അതൊരു സമൂഹത്തിലേക്ക് ഒരു തലമുറ മുഴുവൻ ഇറങ്ങുമ്പോൾ ആ കുട്ടിക്ക് കൈമുതലായിരിക്കേണ്ടത് ഒരു സർട്ടിഫിക്കറ്റ് മാത്രമല്ല, അതൊരു സൊസൈറ്റിയോടുള്ള കാഴ്ചപ്പാടുണ്ട്. തൻ്റെ വിദ്യാഭ്യാസത്തിലുള്ള ഒരു ഉൾക്കാഴ്ചയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് ഈ സമൂഹത്തിൽ ചെയ്യേണ്ടത് എന്ന് തുടങ്ങി എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സർവകലാശാലയിൽ, ഒരു കോളേജിൽ, ഒരു ക്ലാസ് മുറിയിൽ, ഒരു ബെഞ്ചിലിരിക്കുന്ന കുട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത്, അവർ അറിയുന്നത് എന്നുള്ളത്. അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ് അവർക്ക് മുകളിലുള്ളവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെയൊക്കെ നയിക്കുന്നവർ, ഇവർക്ക് ക്ലാസ്സുകൾ എടുക്കുന്നവർ, ഇവരെ വാർത്തെടുക്കുന്നവർ എന്ന് തന്നെ വേണമെങ്കിൽ പറയണം. അധ്യാപകർ അവരാണല്ലോ നമ്മളെ ഈ നിലയ്ക്ക് നമ്മളെ നയിക്കേണ്ടത്. പക്ഷെ അവർ വൈര്യനിരാധന ബുദ്ധിയോടെ കുട്ടികളെ സമീപിക്കുന്നുള്ളത് എങ്ങനെ ഒരാളെ ഏതൊക്കെ തരത്തിൽ സമ്മർദ്ദത്തിലാക്കാം എന്ന നിലയ്ക്ക് പല കോളേജുകളെയും പല അധ്യാപകരും അങ്ങനെ വഴിപ്പെട്ടു പോകുന്നത് ഭയങ്കര സങ്കടകരമായ കാര്യമാണ്. ഇൻറ്റേർണൽ മാർക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു 15 മിനിറ്റോ 10 മിനിറ്റോ വൈകി വന്നു കഴിഞ്ഞാൽ ആ ദിവസം അറ്റൻഡൻസ് കുറയ്ക്കുക, അറ്റൻഡൻസ് ഇല്ലായ്മയുടെ പേരിൽ പരീക്ഷ എഴുതാൻ സമ്മതിക്കാതിരിക്കുക, അത് പരിഹരിക്കാമെന്ന് കുട്ടികളടക്കം വില്ലിങ് ആയാൽ പോലും അതിന് വഴങ്ങാതിരിക്കുക. ഇപ്പോൾ തന്നെ ഈ കോളേജിൽ പറഞ്ഞു കേട്ടില്ലേ, ഹർഷൻ ചേട്ടൻ പറഞ്ഞില്ലേ, ഇന്നലെ തന്നെ അവരെ കേട്ടിരുന്നുവെങ്കിൽ തീർച്ചയായും ആ കുട്ടികൾ മഴ നനഞ്ഞ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ വിധം സമരത്തിൽ അവർ ഏർപ്പെടേണ്ടി വരില്ലായിരുന്നു. ഇന്ന് അത് ഇടപെടുകയും പരിഹരിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ പരിഹരിക്കാം, അവർക്കിത് അംഗീകരിക്കാൻ പറ്റും. അത് പക്ഷേ അങ്ങനെയാവില്ല. അതായത് കുട്ടികളെ ആ വിധം ആ നിലയ്ക്ക് തള്ളിവിടുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമേ ഇല്ല. പ്രത്യേകിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു കുട്ടിയെ ഇനിയിപ്പോൾ വലിയ മാനസിക സമ്മർദ്ദത്തിലായതിനു ശേഷവും പഠനവുമായി ബന്ധപ്പെട്ട് പല കുറവുകളുള്ള കുട്ടികളുണ്ടാവും, പഠിക്കാനും പല തലത്തിലുള്ള കുട്ടികളുണ്ടാവും. ആ നിലയ്ക്ക് അവരുടെ അഭിരുചി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ അവർക്കൊരു കൂട്ടായി അവരുടെ പ്രചോദനം നൽകുകയും ചെയ്യേണ്ടവർ തീർച്ചയായും ഈ പരിമിതികളെയോ അവരുടെ സാഹചര്യത്തെയോ ഒക്കെ എടുത്തു കാട്ടിക്കൊണ്ട് അവർക്കെതിരെ പ്രതികാര ബുദ്ധിയോടെ ഇടപെടാനാണ് ഇവിടെയുള്ളവർ ശ്രമിക്കുന്നു എന്നുള്ളത് ഭയങ്കര നിരാശയുണ്ടാക്കുന്ന കാര്യമാണ്. ഇതിൽ തന്നെ പല സംഭവങ്ങളായി അതിലാണിപ്പോൾ കാലടിയിലെ കാര്യം പറഞ്ഞത്. അവിടെ ഗസ്റ്റ് അധ്യാപക നിയമനം സമയബന്ധിതമായി പൂർത്തിയാക്കുക, കോഴ്സ് പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുക, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലാണ് ഈ ഡ്രാമ സ്കൂളിൽ സ്വാഭാവികമായി ലൈറ്റൊക്കെ വേണം, അതിലാണ് ആ സമരമൊക്കെ ഉൾപ്പെട്ടിരിക്കുക. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ദിവസങ്ങളായി അവിടെ സമരത്തിലാണ്. ഏറ്റവും അവസാനം ഈ ഒരു സമരത്തിൻ്റെ പേരിൽ വിദ്യാർത്ഥികളെ പിടിച്ച് അതിൽ വ്യക്തതയില്ല. അതിൽ വ്യക്തത വരുത്താൻ അധികാരികൾ ആരും ശ്രമിച്ചിട്ടില്ല. പ്രത്യേകിച്ച് അതിന് മറ്റൊരു വ്യാഖ്യാനം ചമക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പേരിൽ അവരെ പിടിച്ച് വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി അതുമാത്രമാണോ ഈ ജാതി അധിക്ഷേപം, സർവകലാശാലയിലെ ജാതി അധിക്ഷേപത്തിന് ഏറ്റവും നിതിൻ രാജ് ഇപ്പോൾ മരണപ്പെട്ടത്, അത് വാർത്ത നമ്മൾ കേരളമൊക്കെ എത്രയോ ദിവസങ്ങൾ ചർച്ച ചെയ്തതാണ്. ഇപ്പോഴും നമ്മുടെയൊക്കെ മുന്നിലുള്ള ഒരു വസ്തുതയാണത്. എന്താണ് അതുമാത്രമല്ല, മലയാളം സർവകലാശാലയിൽ ഒരു ദളിത് ഗവേഷക വിദ്യാർത്ഥിയുടെ ഒരു പരാതിയുണ്ട്. ഡോക്ടർ അരുൺ ബാബുവിനെതിരെയാണ്. അനഘ എന്നൊരു പെൺകുട്ടിയെ ജാതി അധിക്ഷേപം നടത്തിയെന്നുള്ള വാർത്തകൾ വരുന്നു. പിന്നെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഇവിടെ സർവകലാശാലയിൽ ഈ സമരം നടക്കുന്ന സമയത്ത് തന്നെ ചില ജാതി പ്രയോഗങ്ങൾ കേരള സർവകലാശാലയിൽ കണ്ടതാണല്ലോ. തീർച്ചയായും അത് തന്നെ. അപ്പോൾ ഈ തരത്തിലാണ് അവിടെ കുട്ടികളെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നു എന്താണോ ഒരു അധ്യാപകൻ വഹിക്കേണ്ട പദവി, ആ പദവിയിലിരുന്ന് എന്താണോ ചെയ്യേണ്ടത്, എന്താണ് ഒരു കുട്ടികളിലേക്ക് പകരേണ്ടത് എന്നതിനെ പറ്റിയുള്ള പൂർണ്ണമായ അജ്ഞതയോ അല്ലെങ്കിൽ അവർക്ക് ആ അധികാരം കൈവരുമ്പോൾ ഉണ്ടാകുന്ന ഗർവോ അതിൻ്റെ ഭാഗമായിട്ടോ ആണ്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരു കുട്ടിയോട് ഈ വിധം പെരുമാറാനാവുക? ഒരു കരുണയെങ്കിലും വേണ്ടേ ഒരു കുറഞ്ഞ പക്ഷം എന്നുള്ളത്. സ്വന്തം കുട്ടികളോടെങ്കിലും, ഇനി അങ്ങനെ ഇല്ലാത്തവരാണെങ്കിൽ പോലും ഏത് നിലക്കാണെങ്കിലും ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഒരു എമ്പതി, ഒരു സഹജീവിയോട് കാണിക്കുകയെങ്കിലും ആ നിലയ്ക്കുള്ളൊരു പെരുമാറ്റമെങ്കിലും കുട്ടികളുടെ. ഇത് മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ച് ആരും പറയുന്നില്ല. ഞാൻ പയ്യന്നൂർ കോളേജിലാണ് പഠിച്ചത്. എന്നെയൊക്കെ പഠിപ്പിച്ച അധ്യാപകർ
ഇപ്പോഴും ഏത് നിലക്കാണ് നമ്മൾക്കൊരു പ്രചോദനമായി നിൽക്കുന്നത്, ഏത് നിലക്കാണ് നമുക്കൊരു വഴികാട്ടിയായി മാറുന്നത്, പലവിധ നമ്മൾ സന്നിഗ്ധ ഘട്ടങ്ങളിൽ എല്ലാ നിൽക്കും. കാലത്തും ചൊറിയന്മാരായ കുറെ അധ്യാപകരുണ്ടാവും. തീർച്ചയായും പക്ഷെ ഞാൻ പറയാണ്, ആ കാലത്തെ മുഴുവൻ അധ്യാപകർക്ക് ഉടനെ തന്നെ നമ്മളൊരു താമ്രപത്രം സമർപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അന്നത്തെ അധ്യാപകരിൽ വലിയ കുഴപ്പക്കാരുണ്ടായിരുന്നു. ഉണ്ട്, തീർച്ചയായും. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, അടച്ചാക്ഷേപിക്കുന്നില്ല. പക്ഷേ ചില ആളുകളുണ്ട്, അല്ലാത്ത ആളുകളുമുണ്ട്. ഇത് പറയുമ്പോൾ ഇതിപ്പോൾ വടകരയാണല്ലോ MDMA കേസ് ഉണ്ടായിരുന്നത്. അത് എന്ന് കരുതി എല്ലാ അധ്യാപകരും MDMA ഉപയോഗിക്കുകയാണ് എന്നുള്ളൊരു ചാപ്പ നമ്മൾ കൊടുക്കരുതല്ലോ. അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. അതിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. പക്ഷേ ഇത് അടിക്കടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും ബുദ്ധിമുട്ടും സങ്കടകരവും നിരാശയുണ്ടാക്കുന്നതുമായ കാര്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്.